സുവിശേഷമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു പുത്തൻ അഭിഷേകം സംഭവിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും സംഭവിക്കപ്പെടട്ടെ. പരിശുദ്ധാത്മാവേ, 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 ഉണർവിൻ്റെ ആത്മാവിന് ഞങ്ങൾക്ക് നൽകണമേ. ഉന്മേഷത്തിൻ്റെ ആത്മാവ് ഞങ്ങൾക്ക് നൽകണമേ. ആരെങ്കിലും ക്ഷീണിച്ച് ഈ സമയം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് അവരുടെ ക്ഷീണം മാറ്റണമേ, അവരുടെ ക്ഷീണം മാറ്റണമേ. പ്രാർത്ഥിക്കാൻ പറ്റാത്ത വണ്ണം വല്ലാണ്ട് വരണ്ടു പോയിരിക്കുന്ന ഹൃദയങ്ങളുണ്ടെങ്കിൽ, മരവിപ്പിലാണെങ്കിൽ, ആലോചനയിലാണെങ്കിൽ, എന്തു ചെയ്യണമെന്നറിയാതെ വിഷമത്തിലാണെങ്കിൽ, ഭയചിന്തകളിലാണെങ്കിൽ, ഉറ്റവരുടെ വേർപാടിൽ വിഷമിച്ചുകൊണ്ടാണെങ്കിൽ, കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ദൈവിക ശക്തി ഞങ്ങളിലേക്ക് ചൊരിയപ്പെടണം. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. പരിശുദ്ധാത്മാവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, നിന്റെ അത്ഭുത ശക്തി ഈ ശുശ്രൂഷ സമയത്ത് സംഭവിക്കപ്പെടട്ടെ, സംഭവിക്കപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവ് എടുത്ത് മാറ്റണമേ. ആരാധന, 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 ആരാധന. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം എല്ലാവരുടെ മേലും സംഭവിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. God is good all the time. all the time. All the time God is good. ഒച്ചത്തിൽ പറഞ്ഞേ, God is good. God is good All the time. all the time. All the time. All the time. God is good. God is good. Praise the Lord. Praise the Lord. ഹല്ലേലൂയ. Hallelujah. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ദൈവത്തിൽ നമ്മുടെ എല്ലാ അനുഭവങ്ങളും ആശ്രയം വെച്ച് ജീവിക്കുന്നതിനെ കുറിച്ചാണ്. നിങ്ങൾ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എടുത്ത് വായിച്ചു നോക്കൂ. ജീവിതത്തിൽ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ ജീവിച്ച മനുഷ്യർ എങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ചുവെന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളത് മുഴുവൻ വിജയിച്ചവരുടെ ചരിത്രമല്ല, മറിച്ച് ജീവിതത്തിലെ ഞെരുക്കങ്ങളിലൂടെ, കുറവുകളിലൂടെ, സങ്കടങ്ങളിലൂടെ കടന്നുപോയ നമ്മളെക്കാളും വലിയ ഞെരുക്കത്തിലൂടെ കടന്നുപോയ മനുഷ്യരുടെ ജീവിതമാണ് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനങ്ങൾ വായിക്കുന്നതനുസരിച്ച് നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു പ്രായോഗിക പരിശീലനം കർത്താവ് നമുക്ക് സമ്മാനിക്കുകയാണ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. നമ്മൾ ഈ സമയത്ത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം നമുക്ക് നൽകുന്നൊരു പ്രായോഗിക പരിശീലനം നമ്മൾ സ്വന്തമാക്കുകയാണ്. 5 വചനങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ 5 വ്യത്യസ്ത അനുഭവങ്ങൾ, അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തോട് ചേർന്നുള്ള അനുഭവങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പഠിക്കുന്ന ഒന്നാമത്തെ അനുഭവം, ദൈവത്തിൽ നമ്മൾ പരിപൂർണമായി സഹനങ്ങൾ വരുമ്പോൾ ആശ്രയിക്കുന്നത്. നോട്ട് ബുക്കിൽ ഇങ്ങനെ കുറിച്ച് വെച്ചോണം കേട്ടോ, അത് നല്ലതാണ്. നമ്മൾ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയത്തില്ല, പക്ഷേ ഇന്ന് കടന്നു പോകുന്ന നമ്മുടെ അനുഭവത്തെ വചനത്തോടൊന്ന് കണക്ട് ചെയ്യുകയാണ്. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുവാണ് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നു, അങ്ങനെയല്ല. നിന്റെ ജീവിതത്തിൽ നീ കടന്നു പോകുന്ന അനുഭവത്തെ വചനത്തോടൊന്ന് നമ്മൾ ക്ലിപ്പ് ചെയ്യുവാണ്, കണക്ട് ചെയ്യുവാണ്. അപ്പം അതുകൊണ്ട് നിന്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ അനുഭവങ്ങൾ ഏത് കടന്നു വരുന്നെങ്കിലും ഈ വചനത്തോട് ചേർന്ന് വെച്ച് ധ്യാനിച്ചു കൊള്ളണം. പ്രൈസ് ദ ലോർഡ്. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹനങ്ങളെ കുറിച്ച് ധ്യാനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്നും ധ്യാനിക്കുന്ന പുസ്തകമാണ് ജോബിന്റെ പുസ്തകം, അല്ലേ? ജോബിന്റെ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 15-ാം തിരുവചനം ഒന്ന് തുറന്നേ. 13:15. ജോബിന്റെ പുസ്തകം 13:15. ഒരു കുഞ്ഞു വചനം നമ്മൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കും. ഈ ജോബ് ജീവിതത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടായപ്പോൾ എന്തു ചെയ്തു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ജോബ് എന്ത് ചെയ്തു? നമുക്കറിയാം, നമ്മളിത് ആദ്യമായിട്ട് കേൾക്കുന്നവരൊന്നുമല്ല. ജോബ് സങ്കടങ്ങളും ഭാരങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു? ദൈവത്തിൽ ആശ്രയിച്ചു. ദൈവത്തെ വട്ടം പിടിച്ച മനുഷ്യനാണ്.
ദൈവത്തെ വട്ടം പിടിച്ചു. എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസരത്തിലും ദൈവത്തെ വട്ടം പിടിച്ചു. ഒരു കുഞ്ഞു വചനഭാഗം നമ്മളൊന്ന് വായിക്കുന്നു. ജോബിന്റെ പുസ്തകം 13:15 കിട്ടിയോ? ഒച്ചത്തിൽ വായിച്ചോ. പ്രത്യാശയറ്റ എന്നെ ദൈവം വധിച്ചാൽ തന്നെ എന്ത് എങ്കിലും അവിടുത്തെ മുഖത്ത് നോക്കി ഞാൻ വാദിക്കും. കണ്ടോ, ജോബ് പറയുവാണ്, എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്ന ഞാൻ, ഇനിയിപ്പോ ഞാൻ ഇതിനിപ്പോ ചത്താ തന്നെ, ഞാനിപ്പോ മരിച്ചാൽ പോലും, ജോബ് പറയുവാ, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ എന്തൊരു ആത്മവിശ്വാസം എന്നറിയോ? ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് എല്ലാം കയ്യിൽ നിന്ന് പോയെന്ന്, എല്ലാം പോയി ദൂർത്ത് ചെയ്തിട്ടൊന്നുമല്ല, അത്രമേൽ നീതിമാനായിരുന്നൊരു മനുഷ്യനാണേ. എല്ലാം പോയി ഇങ്ങനെ ഞെരുക്കത്തിലിരിക്കുന്ന അവസരത്തിലും ഇയാൾ പറയുവാണ്, ഞാൻ എൻ്റെ പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ട് എല്ലാം തീർന്നു പോയാലും ഉണ്ടല്ലോ, ഞാൻ എൻ്റെ തമ്പുരാന്റെ മുഖത്ത് നോക്കി ഞാൻ ജീവിക്കുന്നു. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞു, എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കോണം. പറഞ്ഞു കൊടുത്തേ. എല്ലാം നഷ്ടപ്പെട്ടാലും ദൈവത്തിന്റെ മുഖത്ത് നോക്കിക്കോണം. സ്വർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അതായത് നമ്മൾ ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നത്, ഈവൻ വെൻ യു ലോസ്റ്റ് എവ്രിതിങ്, ബട്ട് ദൈവത്തിൽ വിശ്വസിച്ചോണം. എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നിനക്കൊരിക്കലും നഷ്ടപ്പെടാതെ നിൽക്കുന്നത് തമ്പുരാൻ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് നമ്മുടെ ഉള്ളില് വലിയ ഒരു ആത്മവിശ്വാസം നമുക്കങ്ങോട്ട് വരും. എല്ലാം നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവത്തെ ഞാൻ പിടിവിടത്തില്ല. ആമേൻ, 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 ആമേൻ. പ്രിയപ്പെട്ടവരെ, ഡിവൈൻ പോട്ടാ ശുശ്രൂഷകളിൽ വലിയ ശക്തമായ സാന്നിധ്യമായിട്ട് നിന്ന ഒരു സഹോദരൻ, അദ്ദേഹത്തിൻ്റെ പേര് ജോയിക്കുട്ടി ബ്രദർ. നിങ്ങൾക്ക് പലർക്കും വളരെ കുടുംബ സുഹൃത്തെന്ന പോലെ പരിചയമുണ്ട്. അദ്ദേഹം മരിച്ചുപോയി, ജോയിക്കുട്ടി ബ്രദർ. ഒത്തിരി കൺവെൻഷൻ, ഒരുപക്ഷെ നമ്മുടെ പോട്ടാ ഡിവൈൻ ശുശ്രൂഷകൾ പല പല ദേശങ്ങളിൽ എത്തുന്നതിന് വേണ്ടി അത്രമേൽ അക്ഷീണം പരിശ്രമിച്ച വലിയൊരു ശുശ്രൂഷകനാണ് ജോയിക്കുട്ടി ബ്രദർ. കൊറോണ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ മരണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ നന്ദിനി, ആ സഹോദരിയും ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. ഈ ഭർത്താവിൻ്റെ വേർപാട്, അതായത് ശുശ്രൂഷയ്ക്ക് വേണ്ടി നടന്ന മനുഷ്യൻ, 24 മണിക്കൂറും ശുശ്രൂഷ എന്നും പറഞ്ഞ് നടന്ന ഒരു മനുഷ്യൻ്റെ മരണം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റില്ല. അത്രമേൽ ഭാരം അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്. ഇപ്പം നമ്മൾ ജോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ദൂർത്തനായിട്ട് നടന്നിട്ട് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാം. ഇപ്പം നമ്മൾ എന്ത് പറയും? അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് പറയും. അത് അയാൾക്ക് അങ്ങനെ തന്നെ വേണം, അത് കയ്യിലിരിപ്പ് കൊണ്ടാണ്. ഇപ്പം മദ്യപിച്ച ഒരാൾക്ക് ലിവർ സിറോസിസ് എന്ന് പറയുന്ന രോഗം വരുന്നു. അപ്പം നമ്മൾ പറയും, അയാൾ കുടിയനല്ലേ, അയാൾക്ക് കുടിച്ചു കഴിയുമ്പോൾ കരൾ രോഗം വരും, അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ്. എന്നാൽ ഈ ജോബിൻ്റെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യമുണ്ട്. ദൈവമേ, ഇതെന്താ ഇങ്ങനെ? ഇത്രമേൽ ദൈവത്തോട് വിശ്വസ്തത, നീതിമാനായിട്ട് ജീവിച്ചിട്ട് എന്താ ഇങ്ങനെ? ഈ ജോയിക്കുട്ടി എന്ന് പറയുന്ന ബ്രദർ ഈ അൾത്താറിൽ നിന്ന് എത്രയോ തവണ വചനം പങ്കുവച്ചിട്ടുള്ളൊരു മനുഷ്യൻ, ഡിവൈൻ പോട്ടാ ശുശ്രൂഷകളുടെ നട്ടല്ലായിട്ട് നിന്നിരുന്നു വലിയൊരു ശുശ്രൂഷകൻ, അൽമായൻ. അപ്പം ഇദ്ദേഹത്തിൻ്റെ മരണം ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഇതിങ്ങനെ ചോദ്യം, എന്തേ ദൈവം ഇങ്ങനെ എൻ്റെ ജീവിത പങ്കാളിയെ എടുത്തു? അപ്പം ഇങ്ങനെ സങ്കടപ്പെട്ട് ഇനി ശുശ്രൂഷ ജീവിതമൊക്കെ വേണ്ട എന്ന് കരുതി ഭാരപ്പെട്ട് നമ്മുടെ ഡിവൈനിൽ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ്റെ മുമ്പിൽ ചെന്നിരുന്ന് സങ്കടപ്പെടുകയാണ് ഭാര്യ നന്ദിനി. അപ്പോൾ ഇങ്ങനെ ഇരുന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇങ്ങനെ സങ്കടപ്പെട്ട്, എന്നാലും എൻ്റെ ഭർത്താവിനെ, ദൈവമേ ഇതെന്താ ദൈവമേ ഈ ചോദ്യം? വലിയൊരു വേർപാടല്ലേ, സങ്കടം. മുമ്പിലോട്ട് നോക്കുമ്പോൾ ഇനി എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ലാത്ത അവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ജോർജ് പനക്കലച്ചൻ ഈ സഹോദരിയോട് പറഞ്ഞു, എടി നന്ദിനി, നീ ഒരു വചനം എടുത്ത് വായിച്ചേ, നിനക്ക് കർത്താവ് ഒരു സന്ദേശം നൽകുന്നു. യെശയ്യായുടെ പ്രവചനം 54 അധ്യായം 5 തിരുവചനം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 54 വേഴ്സ് 5. ആ വചനം ഇങ്ങനെ എടുത്തു. നന്ദിനി എന്ന് പറയുന്ന സഹോദരി ഭാര്യയാണേ, അതിങ്ങനെ എടുത്തു വായിക്കുകയാണ്. വചനം ഇങ്ങനെയാണ്, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിന്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവന്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ആ വചനം കേട്ടോ, ഒന്നും കൂടെ ശ്രദ്ധിച്ചോണേ. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്.
അപ്പൊ ഈ സഹോദരി ഇത്രയും നേരം വിഷമിച്ച് ഭർത്താവ് നഷ്ടപ്പെട്ടു പോയത് എണ്ണിപ്പെറുക്കി 100,000 ചോദ്യങ്ങളുമായിട്ട് ഈ അച്ഛൻ്റെ മുമ്പിലിരിക്കുമ്പോൾ അച്ഛൻ ഈ സഹോദരിയോട് പറയുന്നു, മകളെ, നിന്നോട് കർത്താവ് സംസാരിക്കുന്നു. യെശയ്യാ പ്രവചനം 54:5, നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭർത്താവ് ആരാണ് എന്നുള്ളൊരു ക്ലാരിറ്റി വചനം കൊടുക്കുകയാണ്. നിന്റെ സൃഷ്ടാവാണ് നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് എന്നാണ് അവിടുത്തെ നാമം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ വിമോചകൻ, ഭൂമി മുഴുവൻ്റെയും ദൈവമെന്ന് അവിടുന്ന് വിളിക്കപ്പെടുന്നു. ഹാലേലുയാ. ഈ ഒരൊറ്റ വചനം കേട്ടതോടുകൂടി കുനിഞ്ഞിരുന്ന് പിറുപിറുത്തുകൊണ്ടിരുന്ന, കണ്ണുനീരൊഴുക്കിക്കൊണ്ടിരുന്ന നന്ദിനി എന്ന സഹോദരി കണ്ണുകൾ ഉയർത്തി, ശിരസുയർത്തി ഈ സ്ത്രീയുടെ മുമ്പിൽ കൃത്യമായി ദൈവീകപരമായ ഒരു ബോധ്യം കിട്ടുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സഹോദരി കഴിഞ്ഞ ദിവസം ആത്മീയമായ ചില മേഖലകൾ പങ്കുവച്ചപ്പോൾ പറഞ്ഞത്, അച്ഛാ, പിന്നീട് ഒരിക്കലും ഞാൻ എൻ്റെ ഭർത്താവിനെ ഓർത്ത് കരഞ്ഞിട്ടില്ല. കാരണം എനിക്കറിയാം എൻ്റെ ഭർത്താവ് എൻ്റെ തലയ്ക്ക് മുകളിൽ നിന്ന് എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. അച്ഛാ, ഞാൻ എൻ്റെ ഭർത്താവ് എത്രത്തോളം ഓടിയോ അതിനേക്കാളും കൂടുതൽ വചനത്തിന് വേണ്ടി ഓടാനും വചനം പറയാനും സാക്ഷ്യം പറയാനും എവിടേക്ക് അവസരങ്ങൾ കിട്ടുമ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. നല്ലൊരു കയ്യടി കർത്താവായി ഈശോയ്ക്ക് കൊടുത്തേ. ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ആരെങ്കിലും ജീവിതത്തിൽ ഞാൻ ഇത്രയൊക്കെ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടും എനിക്കിങ്ങനെയാണല്ലോ എന്നിങ്ങനെ ഭാരപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ ദൈവം നിന്നോട് ചില കാര്യങ്ങൾ ഈ ശുശ്രൂഷ സമയത്ത് പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. നമ്മളിത് പഠിക്കുമ്പോൾ ഒരു വ്യക്തിയെയും കൂടെ പഠിച്ചുകൊള്ളണേ. അത് പഴയ നിയമത്തിലെ അബ്രാഹത്തെ കുറിച്ചാണ്. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം തിരുവചനം. ഹെബ്രായ ലേഖനം, ഹീബ്രൂസ് ചാപ്റ്റർ 11:8. ജീവിതത്തിൽ ഇനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ വിഷമിച്ചു നിൽക്കുന്ന ഒരു സങ്കടകരമായ അവസ്ഥ. ഇതാരെക്കുറിച്ചാണെന്നറിയോ? നമ്മുടെ അബ്രാഹത്തെക്കുറിച്ചാണ്. ഇനി എങ്ങോട്ട് പോകണം, എന്തു ചെയ്യണം? അബ്രാഹത്തെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ ഈ അബ്രാഹത്തിൻ്റെ മാനസികാവസ്ഥ എന്താ? എടാ, നിന്നെ ഇന്ന സ്ഥലത്തെത്തിച്ച് ഇന്ന ജോലി നിനക്ക് തരും, ഇത്ര ഏക്കർ സ്ഥലം തരും, ഇത് വല്ല ഉറപ്പുണ്ടോ? ഒരു പിടുത്തമില്ല. കിട്ടിയ വചനം ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം തിരുവചനം വായിച്ചേ. വിശ്വാസം മൂലം അബ്രാഹം തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ചു. കണ്ടോ? വിശ്വാസം മൂലം. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. എന്താ അത്? വിശ്വാസം മൂലം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശ്വാസം മൂലം നിന്റെ ജീവിത വഴികളിൽ നിനക്ക് മുമ്പോട്ട് നോക്കുമ്പോൾ അൺസർട്ടനിറ്റി, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തമില്ല, മൊത്തം പകച്ചു നിൽക്കുന്നു. അങ്ങനെയുള്ളവരുണ്ട് നിന്റെ ജീവിതത്തിൽ. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്നു, ഭാരപ്പെട്ടിരിക്കുന്നു. ഇനി എന്താകും, ഇനി എങ്ങനെ ജീവിക്കും? വിവാഹപ്രായം എത്തിയിട്ടും കല്യാണം നടക്കുന്നില്ലല്ലോ. ഈ പ്രായം കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യും? പലതവണ പരീക്ഷ എഴുതിയിട്ടും മുമ്പോട്ട് പോകാൻ ഇനി വഴിയില്ലല്ലോ. ഇനി എന്തു ചെയ്യും? വല്ലാണ്ട് വിഷമിച്ച് നിൽക്കുന്നു, ഭാരപ്പെട്ട് നിൽക്കുന്നു. ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന ഓരോ വ്യക്തിയോടും ദൈവത്തിൻ്റെ ആത്മാവ് പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ വിശ്വാസം മൂലം അബ്രാഹം ജീവിതത്തിൽ മുന്നോട്ട് നയിക്കപ്പെട്ട ആത്മീയ ശക്തി. ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി മാത്രം, മനുഷ്യന്റെ ബുദ്ധിയല്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് വേണ്ടി അത്രേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനഭാഗങ്ങളും എന്നെയും നിന്നെയും ഓർമ്മപ്പെടുത്തുന്ന ഒരു ആത്മീയ സത്യമാണ്. വർഷങ്ങൾക്ക് മുമ്പ് 1990 ഒരു ചെറുപ്പക്കാരൻ, 10-27 വയസ്സുണ്ട്, KSEB എന്ന് പറയുന്ന ഗവൺമെൻറ് ജോലി, ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ജോലി കിട്ടി. ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിലൂടെ കൂട്ടുകാരൊക്കെ ഒപ്പം അടിച്ച് പൊളിച്ച് ജീവിതത്തിൻ്റെ കിട്ടിയ സമയം മൊത്തം ആസ്വദിക്കണം എന്നുള്ള ചിന്ത മാത്രവുമായിട്ട് നടന്നു നീങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ 26-ാമത്തെ വയസ്സിൽ ജീവിതവുമൊക്കെ ആയിട്ട് നടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇടവക പള്ളിയിൽ അദ്ദേഹം ഒരു തിരുനാൾ ഒരു കുർബാനയിൽ പങ്കെടുക്കാൻ ഇടവന്നു. ആ കുർബാനയ്ക്കിടയ്ക്ക് ഒരു ശുശ്രൂഷയുടെ അവിടെ നിന്നുള്ള ഒരു വചന പ്രഘോഷണം കേൾക്കാൻ ഇടവന്നു.
ആ വചന പ്രഘോഷണം കേട്ടപ്പോൾ ആ 26 വയസ്സുള്ള ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലേക്ക്, എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ജീവിക്കേണ്ടത് എന്നൊരു ചിന്ത, ഒരു വൈദികനാകണമെന്നുള്ള ചിന്ത. ആരോടും പറയാൻ മേല, കാരണം കൂട്ടത്തിലുള്ളവരോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മാറി എന്ന് ചിരിക്കും. ഒരുത്തനോട് മാത്രമെങ്ങാണ്ടാണ് സ്നേഹത്തോടെ പറഞ്ഞത്. അവനിത് കേട്ടിട്ട് അടിമുടി നോക്കി, നീ ഒരു അച്ഛനാകാനോ? എടാ, നിന്റെ സ്വഭാവം എന്തൊരു സ്വഭാവമാ, നീ ഒരു അച്ഛനാവാനോ? ഇതിപ്പോൾ ആരോട് പറയും? വല്ലാത്ത വിഷമം. ഈ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു, ഒരു വൈദികനാകണം. വീട്ടിൽ ചെന്നു എന്നിട്ട് നോക്കി, ഇത് എന്താ വൈദികനാകണ്ടേ, എന്താ ചെയ്യേണ്ടെന്നൊരു പിടുത്തം കിട്ടുന്നില്ല. നോക്കുമ്പോൾ ദേ കിടക്കുന്നു വചനോത്സവം എന്ന് പറയുന്ന മാസിക. നോക്കുമ്പോഴത്തേക്ക് വിൻസെൻഷൻ സഭയിലേക്ക് സ്വാഗതം, ഒരു അഡ്രസ്സ് കിടക്കുന്നു. ആരും കാണാതെ ഈ അഡ്രസ്സിലേക്ക് ഒരു എഴുത്തങ്ങോട്ട് എഴുതി, എനിക്കൊരു വൈദികനാകാൻ ആഗ്രഹം. എന്നിട്ട് ഇയാൾ വീണ്ടും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, KSEB ജോലി ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വീണ്ടും പോയി. അവിടെ പോയി ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു എഴുത്ത് വീട്ടിൽ നിന്ന് വരടാ, ഒരു എഴുത്ത് വന്നിട്ടുണ്ടല്ലോ നിന്റെ പേരിൽ. തിരിച്ചു വന്നു. എന്നിട്ട് ആ എഴുത്ത് പൊട്ടിച്ചപ്പോൾ, സെമിനാരിൽ ചേരാൻ ആഗ്രഹമുണ്ടെങ്കിൽ തൃക്കാക്കരയിലുള്ള ഞങ്ങളുടെ മൈനസ് സെമിനാരിൽ എത്തുക. ഈ ചെറുപ്പക്കാരൻ പിന്നൊന്നും ആലോചിച്ചില്ല, ജോലി രാജിവെച്ച് നേരെ സെമിനാരിൽ ചേർന്നു. വീട്ടുകാരോട് പോലും മര്യാദയ്ക്ക് പറഞ്ഞിട്ടില്ല, കാരണം നാട്ടിലും വീട്ടിലൊക്കെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റിയല്ല. ഇടവകയിലെ വികാരിയച്ഛനോട് ചെന്ന് അനുവാദം മേടിക്കണമല്ലോ. അവിടെ ചെന്നപ്പോൾ വികാരിയച്ഛൻ മൊത്തത്തിൽ നോക്കി, നീയോ സെമിനാരി പോകാൻ പോകുന്നു, വിശ്വസിക്കാൻ പറ്റുന്നില്ല. വലിയൊരു അത്ഭുതം. എന്നാൽ ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലുള്ള വലിയ ശക്തമായ ആ തീരുമാനമെടുത്ത് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് സെമിനാരിലൊക്കെ എത്തുമ്പോഴത്തേക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികളോടൊപ്പമാണ് 27-28 വയസ്സുള്ള കപ്പട മീശ വെച്ച ഈ മനുഷ്യനും കൂടെ നിൽക്കുന്നത്. എന്നാൽ അവരുടെ കൂടെ പഠിച്ചു. ജീവിതത്തിന് ഞെരുക്കങ്ങളൊക്കെ അങ്ങനെ കടന്നുപോയി. ഇന്നലെ ഉണ്ടല്ലോ 25 വർഷം ആ വൈദികൻ പൂർത്തിയാക്കി. ഇന്നലെ 25 വർഷം ആ വൈദികൻ പൂർത്തിയാക്കി. ഈ പോട്ട ആശ്രമത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ജേക്കബ് ചിറയിലച്ഛൻ, ഞങ്ങൾ ചാക്കോച്ചൻ എന്ന് വിളിക്കുന്ന അച്ഛനെ കുറിച്ചാണ് ഞാൻ ഈ പറഞ്ഞത്. വല്ലതും മനസ്സിലായോ എൻ്റെ പ്രിയരെ? 25 വർഷം ജീവിതത്തിൽ പൗരോഹിത്യ ജീവിതത്തെ അത്രമേൽ സ്നേഹിച്ചു. അൾത്താറിൽ നിന്നുകൊണ്ട് നന്ദി പറയുമ്പോൾ ആ അച്ഛൻ്റെ കണ്ണുകളിൽ നിന്ന് കുടുകുടാ കണ്ണുനീരൊഴുകിയത് ഞങ്ങൾ അടുത്ത് ഇന്നലെ കണ്ട കാര്യം ഞാൻ ഈ പറയണേ. അച്ഛൻ പറയുവാണ്, ദൈവം തന്നത് മാത്രമേ ഉള്ളൂ, എങ്ങോട്ട് പോകണമെന്നറിയാതെ ജീവിതത്തിൽ മുമ്പിൽ മുഴുവൻ ശൂന്യത, എന്നാൽ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് നീങ്ങിയെന്ന്. ഒന്ന് നല്ലൊരു കയ്യടി കർത്താവ് ഈശോയ്ക്ക് കൊടുത്തേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ അച്ഛനെ കാണുമ്പോൾ ഒന്നൊന്ന് ചെന്ന് കൈ കൊടുക്കണം. അച്ഛനോട് പറയണം, അച്ഛാ ഇത്രത്തോളം നടത്തിയ ദൈവമാണ്, ആ ദൈവം ഇനിയും നടത്തും, കൺഗ്രാജുലേഷൻ എന്ന് പറഞ്ഞു കൊടുക്കണം. പിടികിട്ടുന്നുണ്ടോ ചേച്ചി? എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ഓരോ ജീവിതത്തിനും പറയാൻ അത്രമേൽ അനുഭവ സാക്ഷ്യങ്ങളുണ്ട്. എങ്ങനെ ഇരുന്നൊരവസ്ഥയാ. എന്നാൽ അൺസർട്ടനിറ്റി, മുമ്പോട്ട് നീങ്ങാൻ ഒരു വഴിയുമില്ല, ഒരു ഉത്തരവുമില്ല, മുഴുവൻ ശൂന്യത. അബ്രാഹം തമ്പുരാൻ കർത്താവിലങ്ങ് വിശ്വസിച്ചു. മനുഷ്യരിലല്ലെന്ന് തമ്പുരാൻ കർത്താവിൽ അങ്ങ് വിശ്വസിച്ചു. കണ്ണും പൊട്ടി പിടിച്ചോണം, നിനക്കുണ്ടാവുന്ന ഏതൊരനുഭവവും അത് അനുഗ്രഹമാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയാ, ഗോഡ് ഈസ് ഗുഡ് all the time God is good. വലതുകര ഉയർത്തി ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമുക്ക് എല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഈ പരിശുദ്ധ അൾത്താര നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതൊരു പ്രായോഗിക പരിശീലനത്തിൻ്റെ മണ്ണാണ്. നിന്റെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് നയിക്കപ്പെടണം എന്ന് ദൈവം നിനക്കൊരു ട്രെയിനിങ് തരുന്ന പ്രായോഗിക പരിശീലനത്തിൻ്റെ സമയമാണ്. കാരണം നമ്മളെല്ലാവരും തന്നെ വ്യത്യസ്ത അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ചില സംഭവങ്ങളുടെ മുമ്പിൽ ഉത്തരമില്ല, എന്തു ചെയ്യണമെന്നറിഞ്ഞുകൂടാ. അൺസർട്ടനിറ്റി അറ്റ് ദ കോർ. അബ്രാഹം മുമ്പോട്ട് നയിക്കപ്പെടുകയാണ്. മരുഭൂമിയാണ്, എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. എന്നാൽ ദൈവത്തിൽ
സമ്പൂർണമായി വിശ്വസിച്ചത് കൊണ്ടാണ് അബ്രാഹാം വിശ്വാസികളുടെ തലവനായി ഇന്നും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. എൻ്റെ പ്രിയരെ, ജോബിനെ കുറിച്ച് നമ്മൾ വായിക്കാൻ കാരണം ആ മനുഷ്യൻ ജീവിതത്തിൽ ഞെരുക്കങ്ങളുടെ നടുവിൽ ദൈവത്തെ വട്ടം പിടിച്ചതുകൊണ്ടാണ്. ദാവീദ് രാജാവ് ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ പരാജയങ്ങളിലൂടെ കയ്പുനീര് കടലിലൂടെ കടന്നുപോയവനാണ്. എന്നാൽ നമ്മൾ ഇന്ന് ഓർക്കാൻ കാരണം ദൈവത്തെ വട്ടം പിടിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഓരോ വചനങ്ങളും നിന്നെയും എന്നെയും പഠിപ്പിക്കുന്നത് ഈ കുറവുകളുള്ള മനുഷ്യര് ദൈവത്തെ ആശ്രയിച്ചതിനെ കുറിച്ചാണ്. പത്രോസിനെ നമ്മൾ അത്രമേൽ സ്നേഹിക്കാൻ കാരണം എന്താ? നമ്മളെപ്പോലെ തന്നെ ദുർബലതയുള്ളൊരു മനുഷ്യൻ കാറ്റടിക്കുന്നത് കണ്ടപ്പോൾ ഈശോയെ വിട്ട് കാറ്റിനെ നോക്കിയവനാണ്. നമ്മളും അങ്ങനെയല്ലേ? നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തും സംഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ അതിനെ നോക്കിക്കൊണ്ട് ഓർത്തോർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. ദാനിയേലിന്റെ പ്രവചന പുസ്തകം 3 ചെറുപ്പക്കാര് തീച്ചൂളയ്ക്കുള്ളിൽ കിടന്നപ്പോൾ തീയെ നോക്കിക്കൊണ്ട് അവർ പരിഭ്രാന്തരായില്ല, മറിച്ച് സ്വർഗത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചു. സിംഹത്തിന്റെ വായടച്ചവൻ, ദാനിയേല് പറയുവാണ്, സിംഹത്തിന്റെ വായടച്ച ദൈവം ഇന്നും ജീവിക്കുന്നു. വിശ്വസിക്കണം. അതുകൊണ്ടല്ലേ മുമ്പില് കടലിന്റെ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ മോശ ഭയപ്പെട്ടില്ല. കാരണം മോശയ്ക്കറിയാം ഈ കാറ്റിനെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ടെന്ന്, ഈ കടലിനെ നിയന്ത്രിക്കുന്ന ഒരുവനുണ്ട്. വിശ്വസിച്ചോണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിച്ചേ. ദൈവത്തിൽ അങ്ങ് പൂർണ്ണമായി വിശ്വസിച്ചോണം. സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 9-ാം വചനം, മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ച് വെക്കുന്നു, അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്. റോമാലേഖനം 8:28, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലത് നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നുവെന്ന് നമുക്കറിയാമല്ലോ. നീ 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നീ മനസ്സിൽ കാണണം, നിനക്ക് ചുറ്റും അനേക തരത്തിലുള്ള പ്രതിസന്ധികൾ. ഭാവിയെക്കുറിച്ച് വല്ലാണ്ട് ആകുലപ്പെടുന്നവരുണ്ട്, കുടുംബജീവിതത്തിൽ വല്ലാണ്ട് ഞെരുക്കപ്പെടുന്നവരുണ്ട്, ഒരു നല്ല ജോലി കിട്ടിയിട്ടില്ലല്ലോ എന്ന് സങ്കടപ്പെടുന്നവരുണ്ട്, പഠന കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു, പക്ഷേ ഒരവസരം പോലും വരുന്നില്ലല്ലോ, മര്യാദയ്ക്കൊരു ഇൻ്റർവ്യൂ പോലും വരുന്നില്ലല്ലോ എന്ന് വിഷമിക്കുന്ന ആളുകൾ ദേ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുണ്ട്. ചില ബിസിനസ് കാര്യങ്ങളൊക്കെ തകർന്നു പോയതിൻ്റെ പേരിൽ ഇനി എന്തു ചെയ്യണം, ആത്മഹത്യ പോലും ചിന്തിക്കുന്ന ആളുകൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. നീ തമ്പുരാൻ കർത്താവിന് വട്ടം പിടിച്ചുകൊള്ളണം. കാരണം നിന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന തമ്പുരാൻ കർത്താവാണ്.